എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഇപ്രാവശ്യം ഒരു സ്പഗറ്റി ഉണ്ടാക്കിയാലോ? ചെമ്മീൻ സ്പഗറ്റി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച്, അതായത് 1 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് വരുമ്പോൾ 250 ഗ്രാം സ്പഗറ്റി ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ അങ്ങനെ അതിലേക്ക് വീണോളും. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പാക്കറ്റിൻ്റെ മുകളിൽ 12 മിനിറ്റ് കൊണ്ട് വേവുന്നതാണ് ഉള്ളത്. നിങ്ങൾ വാങ്ങുന്ന പാക്കറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ വേവിനനുസരിച്ച് എടുത്തോളി. ഇതിങ്ങനെ അരിപ്പയിലേക്ക് അരിച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനത്. ഇപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഉരുകി വരുമ്പോൾ നമുക്കിനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 വലിയുള്ളി അധികം വലുത് വേണ്ട, ഒരു 1/4 കപ്പ്, അരക്കപ്പിൻ്റെ അടുത്ത് വരുന്ന അത്രയേ ഉണ്ടാവും. മുറിച്ചിട്ടാൽ ഒരു അരക്കപ്പിൻ്റെ അടുത്തുണ്ടാവും, അത്രയേ ഉള്ളൂ. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പഗറ്റി അപ്പുറത്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെയും ഓവർ കുക്കായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ, ഇത് മാരിനേറ്റ് ചെയ്തത് വെറും മഞ്ഞളും കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും മാത്രം ഇട്ടത്. ഇനി 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 മിനിറ്റായേ ഇത്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം ചെമ്മീൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെള്ളം അരിച്ച് വെച്ച സ്പഗറ്റി ചേർത്ത് കൊടുക്കാം. സ്പഗറ്റി ചേർത്തിട്ട് 1 മിനിറ്റ്, മൊത്തം ഇതിൻ്റെ കുക്കിംഗ് ടൈം 4 മിനിറ്റാണ് ചെമ്മീൻ്റെത്. അധികം വെന്താൽ അത് പൊടിച്ചെമ്മീനായതുകൊണ്ട് അങ്ങനെ റബ്ബർ പോലെ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം ഇളക്കി ചേർത്ത ആ സ്പഗറ്റിയിലേക്ക് ഈ ഇതിലുള്ള കൊഞ്ചൻ്റെ വെള്ളം എല്ലാം നല്ലോണം അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റായി വരും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ നല്ലൊരു മണായിന്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ബട്ടർ ഓപ്ഷണലാണ്. എങ്ങനെയായാലും മക്കളിത് തിന്നോളും. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബേജാറാവൊന്നും വേണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായത്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു.